സർ, കേരളത്തിൽ ഒരു വർഷം 15 ലക്ഷത്തോളം കന്നുകാലികൾ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഭേദഗതിയുടെ ഫലമായി സംസ്ഥാനം വിട്ടുള്ള അവരുടെ യാത്ര നിരോധിച്ചിരിക്കുകയാണ്. അത് ഫലത്തിൽ തടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ 15 ലക്ഷത്തോളം കന്നുകാലികൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് തടയുന്ന അവസ്ഥയാണ് വരിക. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കന്നുകാലികളാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത് വർഷം തോറും. അത് തടയുന്ന അവസ്ഥ വരും. ഇത് ബഹുമാനായ അംഗത്തിനറിയാം സർ, ഇത് നമ്മുടെ രാജ്യത്ത് വ്യാപാര സ്വാതന്ത്ര്യമുള്ളതല്ലേ, വ്യാപാരത്തിന് അവകാശമുള്ളതല്ലേ. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തടസ്സവാദം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, കന്നുകാലി ചന്തകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനെന്ന പേരിലാണ് 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മെയ് 23 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സർ, ഫലത്തിൽ കന്നുകാലികളുടെ കശാപ്പ് പൂർണ്ണമായും നിരോധിക്കുന്ന നിലയാണ് ഈ വിജ്ഞാപനം മൂലം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്താകെയും നമ്മുടെ സംസ്ഥാനത്തും തൊഴിൽ, വ്യാപാര, ഭക്ഷ്യസുരക്ഷാ മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ വിജ്ഞാപനം മൂലമുണ്ടാകും. പോഷകാഹാരക്കുറവ് മൂലമുള്ള ആരോഗ്യ പ്രതിസന്ധിക്ക് ഇത് വഴിവെക്കും. സംസ്ഥാനത്തിൻ്റെ അധികാരാവകാശങ്ങളിലേക്ക് കേന്ദ്രം കടന്നു കയറുന്ന നിലയും ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഉണ്ടാകും. സർ, ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രത്യേക സ്ഥിതിവിശേഷം നിയമസഭ പ്രത്യേകമായി ചേർന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ളത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൻ്റെ മറവിൽ പൗരൻ്റെ തൊഴിൽ, വ്യാപാര, ആഹാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ഹനിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഒരു വശത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഈ മേഖലയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാകും. സർ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 5 ലക്ഷത്തോളം പേർ ഇറച്ചി വിൽപ്പനയിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്, അതിൻ്റെ തൊഴിലിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്. സർ, അനൗദ്യോഗികമായിട്ടുള്ള അറവുശാലകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ വേറെയുമുണ്ട്. അപ്പോൾ ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കന്നുകാലികളെ കൃഷി ആവശ്യത്തിനല്ലാതെ വിൽക്കരുത്, അറവുശാലകൾക്ക് വിൽക്കരുത്, പ്രായമാകാത്തവയെ ചന്തയിൽ കൊണ്ടുവരരുത് എന്നീ വ്യവസ്ഥകൾ വിജ്ഞാപനത്തിലുണ്ട്. കന്നുകാലികളുടെ വിശദവിവരങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൈവശം സൂക്ഷിക്കണം എന്നതടക്കമുള്ള അസംബന്ധ ജടിലവും അപ്രായോഗികവുമായ നിരവധി വ്യവസ്ഥകൾ ചട്ടത്തിലുണ്ട്. അത് സംസ്ഥാനത്തിനും ബാധകമാണ് ആ ചട്ടം. അവ കർഷകർക്കാകെ വലിയ തിരിച്ചടിയാകും. കേന്ദ്ര വിജ്ഞാപനം കേരളത്തിലെ മാംസോൽപാദന മേഖലയെ അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷം ജനങ്ങളും മാംസം കഴിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ പുതിയ ചട്ടങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തികച്ചും അപ്രായോഗികമായതാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണിത്. സർ, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉരുക്കളുടെ എണ്ണത്തിൽ ഇതിനകം തന്നെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടം പാൽ ഉൽപ്പാദനം കുറയലും പാൽ വില കൂടലുമാണ്. സർ, ഇത് കൃഷിക്കാരെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കാണുന്ന ചിത്രം കൃഷിക്കാർ കടുത്ത അസംതൃപ്തിയിലും വിവിധ പ്രക്ഷോഭങ്ങളിലും ഏർപ്പെട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കൃഷിക്കാരുടെ പ്രക്ഷോഭം നടക്കുന്നു, മധ്യപ്രദേശിൽ പ്രക്ഷോഭം നടക്കുന്നു. മധ്യപ്രദേശിലെ പ്രക്ഷോഭത്തെയാണെങ്കിൽ പോലീസ് അതിക്രൂരമായി നേരിട്ടതിൻ്റെ ദുരന്തം 6 കർഷകരുടെ ജീവനാണ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. സർ, ഇതുപോലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ
കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായാണ് ഈ ഭേദഗതിയും വന്നു ഭവിക്കുന്നത്. സർ, കന്നുകാലി പരിപാലനം ലാഭകരമല്ല എന്ന് വന്നാൽ ആ മേഖല തന്നെ ഉപേക്ഷിച്ച് കൃഷിക്കാർ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. സർ, നമ്മുടെ സംസ്ഥാനത്തിലാണെങ്കിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഗൗരവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പാലുൽപാദനം കൂട്ടാൻ ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിക്ക് വേണ്ടി കറവ പശുക്കൾ, കന്നുകുട്ടികൾ ഇവയൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കാലിച്ചന്തകൾ മുഖേനയാണ് കൊണ്ടുവരുന്നത്. ഈ നിയന്ത്രണം അതിന് തടസ്സമായി തീരും. സർ, പാലുൽപാദനം കൂട്ടുന്ന കാര്യമിരിക്കട്ടെ, ഈ രംഗത്ത് ഇപ്പോൾ നാം നേടിയ 15% വർധനവ് തന്നെ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇതുമൂലം വന്നു ചേർന്നിട്ടുള്ളത്. സർ, കറവ പറ്റിയവയും പ്രായമേറിയവയുമായ കന്നുകാലികളെ വിറ്റഴിക്കാൻ കഴിയാതെ വരുന്നതോടെ നാട്ടിൻപുറത്തെ ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയിലാകും. അവർക്ക് തീറ്റിപ്പോറ്റാനാകാത്ത കന്നുകാലികൾക്ക് വാർദ്ധക്യത്തിൽ തീരാ ദുരിതങ്ങൾ സഹിച്ച് കഴിയേണ്ട ദൈന്യമാണ് ഉണ്ടാവുക. കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കന്നുകാലികളെയും കറവ പറ്റിയവയെയും ചന്തയിൽ വിറ്റ് കിട്ടുന്ന പണം കൂടി ഉപയോഗിച്ചാണ് ക്ഷീരകർഷകർ പുതിയ കന്നുകാലികളെ വാങ്ങുന്നത്. സർ, ഇനി അതിന് കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കറവ് പറ്റിയ ഓരോ കന്നുകാലിയെയും പോറ്റാൻ വർഷം 40,000 രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് ഏകദേശ കണക്ക്. സർ, ഇവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അരവിന്ദ് സുബ്രഹ്മണ്യൻ നൽകിയ മുന്നറിയിപ്പ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം പ്രസ്താവിച്ചത്, ഏത് സർക്കാരിനും അതിൻ്റെ സാമൂഹിക നയങ്ങൾ തീരുമാനിക്കാൻ അധികാരമുണ്ട്, എന്നാൽ അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതത്തെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാലി വളർത്തൽ തീർത്തും അനാദായകരമാകുന്ന നടപടിയാണിത്. ഉൽപ്പാദനമില്ലാത്ത കാലികളെ സംരക്ഷിക്കേണ്ടി വരുന്നത് കർഷകർക്ക് അധിക ഭാരമാവുകയും ചെയ്യും. ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അരവിന്ദ് സുബ്രഹ്മണ്യൻ നൽകിയ മുന്നറിയിപ്പാണ്. സർ, നമ്മുടെ രാജ്യത്ത് വിൽപ്പനയിലൂടെ നമ്മുടെ രാജ്യത്തെ കർഷകരാകെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേരും. ഓരോ കന്നുകാലിയെയും പോറ്റാൻ വർഷം 40,000 രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പ്രായം ചെന്ന പശുക്കളുടെയും എരുമകളുടെയും വിൽപ്പനയിലൂടെ കിട്ടുന്ന പണമാണ് ഡയറി ഫാമുകളുടെ വരുമാനത്തിൻ്റെ 40%. ഫലത്തിൽ ഭരണഘടനയിലെ 19(1)(g) അനുച്ഛേദം ഉറപ്പു നൽകുന്ന തൊഴിൽ ചെയ്യാനുള്ള മൗലികാവകാശം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. സർ, ഈ വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിയമാനുസൃതമായി കാലികളെ കൊണ്ടുവരുന്ന കർഷകർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടേറെ കയ്യേറ്റങ്ങൾ അവരുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. പുതിയ ചട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം കയ്യേറ്റങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത. അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കും. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നമുണ്ട്. മൃഗശാലയിലെ മൃഗങ്ങൾക്ക് മാട്ടിറച്ചി നിർബന്ധമാണല്ലോ. പല മൃഗങ്ങൾക്കും മാട്ടിറച്ചി മാത്രമാണ് ആഹാരം. പുതിയ നിയന്ത്രണങ്ങൾ മൃഗശാല നടത്തിപ്പും അവതാളത്തിലാക്കും. സർ, കേന്ദ്ര വിജ്ഞാപനം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന കാര്യമാണിത്. കേരളത്തിൽ മാംസാഹാരം കഴിക്കുന്ന 95%-ലധികവും സാധാരണക്കാരും ദരിദ്രരുമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് 2,52,000 ടൺ മാട്ടിറച്ചിയുടെ വ്യാപാരം ഒരു വർഷം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. സർ, യഥാർത്ഥത്തിൽ അത് 6,552 കോടി രൂപയുടെ മാട്ടിറച്ചി കച്ചവടമാണ് ഒരു വർഷം ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. സർ, അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ
ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഈ നീക്കം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദരിദ്രരായവരെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും കിട്ടുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരമാണ് മാട്ടിറച്ചി. പ്രോട്ടീൻ വേറെയിലുമുണ്ട്, വേറെ ഇറച്ചികളിലുമുണ്ട്. ഈ മട്ടനും ചിക്കനും അതൊക്കെ സാധാരണ നിലക്ക് പ്രോട്ടീൻ ഉള്ളത് തന്നെയാണ്. പക്ഷേ വലിയ വിലയാണ്. ഇതിൻ്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും വില കൊടുത്താൽ മാത്രമേ മട്ടൺ വാങ്ങിക്കഴിക്കാൻ പറ്റൂ. അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് വില കുറവായതുകൊണ്ടാണ് സാധാരണക്കാർ മാട്ടിറച്ചി ഉപയോഗിക്കുന്നത്. മാട്ടിറച്ചി നിരോധനം വരുമ്പോൾ മറ്റ് മാംസാഹാരങ്ങളുടെ വില വർദ്ധിക്കും. ഇപ്പം തന്നെ വർദ്ധിക്കൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെയും മീനും പച്ചക്കറി അതിൻ്റെയൊക്കെ വിലയും ഉയരാനിടയുണ്ട്. മൊത്തത്തിൽ വിലക്കയറ്റം സൃഷ്ടിക്കുകയും ജീവിത ചെലവ് തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തീരുമാനമാണിത്. ഇപ്പോൾ മാംസക്കയറ്റുമതി വലിയ തോതിൽ ഒരു വരുമാന മാർഗമാണ്. ഈ നിയന്ത്രണങ്ങൾ കാരണം മാംസക്കയറ്റുമതി രംഗത്ത് ചെറുകിടക്കാർ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. മാട്ടിറച്ചി കയറ്റുമതി കഴിഞ്ഞ 3 വർഷം കൊണ്ട് 35% വളർച്ച നേടിയിട്ടുണ്ട്. അത് മുന്നിൽ കണ്ട് ആ മേഖല കൈയടക്കാനുള്ള കുത്തകകളുടെ കുതന്ത്രവും ഈ വിജ്ഞാപനത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ കർഷകന് കന്നുകാലിയെയും കൊണ്ട് ചന്തയിലേക്ക് പോകാൻ പോലും പറ്റില്ല. എന്നാൽ വൻ കോട്ടകൾക്കുള്ളിലായി ആനിമൽ ഫാമും സ്ലോട്ടർ ഹൗസും പ്രോസസ്സിംഗ് യൂണിറ്റും ഏർപ്പെടുത്തി മാംസം കയറ്റുമതി ചെയ്യുന്ന ഈ രംഗത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കാകട്ടെ ഈ വിജ്ഞാപനം ഒരു അലോസരവും ഉണ്ടാക്കുകയുമില്ല. സർ, അതോടൊപ്പം മൃഗങ്ങളുടെ തോല് തുകൽ വ്യവസായത്തിൻ്റെ മുഖ്യ അസംസ്കൃത വസ്തുവാണ്. ഇന്ത്യയിലെ തുകൽ വ്യവസായത്തിൽ 25 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇറച്ചി കച്ചവടക്കാരും വന്നപ്പോൾ പറയുന്നത് തുകൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണ് എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെടുത്താൽ അധികവും ദളിതരാണ് രാജ്യത്തിനകത്ത് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നതെന്ന് കാണാൻ കഴിയും. ഈ വ്യവസായ മേഖല തകരുമ്പോൾ ആ വിഭാഗം പൂർണ്ണമായും പെരുവഴിയിലാകുന്ന അവസ്ഥയുണ്ടാകും. കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. പൊതുവേ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വ്യാപാരം നല്ല നിലക്ക് നടക്കുന്നതാണ്. കർഷകരെയും മാട് കച്ചവടക്കാരെയും തൊഴിലാളികളെയും ദളിതരെയും കടുത്ത വൈഷമ്യത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർ, ഇവിടെ ഈ ചട്ടഭേദഗതി ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതും നിലവിലുള്ള നിയമത്തിന് വിരുദ്ധവുമായതാണ്. ഗോവധ നിരോധമെന്ന രഹസ്യ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും നിയമനിർമ്മാണ അധികാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിലുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്രത്തിനും അധികാരമില്ല. സർ, ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ സംസ്ഥാന ലിസ്റ്റിൽ 15ാമതായാണ് മൃഗസംരക്ഷണവും പരിപാലനവും വരുന്നത്. അതിനെക്കുറിച്ച് നിയമം നിർമ്മിക്കാനോ ഉത്തരവിറക്കാനോ കേന്ദ്രത്തിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല. ഈ വിജ്ഞാപനം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ്. സർ, ചട്ടം നിർമ്മിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകൾ പാലിക്കണം. ഒന്ന്, ചട്ടങ്ങൾ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിരിക്കണം. 2, നിയമത്തിൽ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിയെന്ന് ചട്ടങ്ങൾ ഉണ്ടാക്കണം. 3, നിയമങ്ങൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാവരുത്. ഈ 3 തത്വങ്ങളുടെയും ലംഘനമാണ് പുതിയ ചട്ടത്തിലുള്ളത്. ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നത് ബന്ധപ്പെട്ട നിയമത്തിലെ 11(3) ഈ വകുപ്പ് പ്രകാരം അനുവദനീയമാണ്. അങ്ങനെയിരിക്കെ ഈ നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ കശാപ്പിനായി മൃഗങ്ങളെ വിൽക്കുന്നത് തടയാൻ കഴിയില്ല.